നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ സൂര്യാഷ്ടവർഗത്തിൻ്റെ ഫലമാണ് പറയണത്. കാരണം കുറേ കാലങ്ങളായിട്ട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ഈ അഷ്ടവർഗത്തിൻ്റെ ഫലം ഒന്ന് അറിഞ്ഞാൽ നന്നു. അതൊക്കെ ശാസ്ത്രത്തിൻ്റെ രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. എന്നിരുന്നാലും അറിയാൻ ആഗ്രഹിക്കുന്ന പക്ഷം അത് പറഞ്ഞു കൊടുക്കാൻ തരക്കേടില്ല. സൂര്യാഷ്ടവർഗം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ അഷ്ടവർഗം എന്നുള്ള കൺസെപ്റ്റ് ഈ അടുത്ത കാലത്താണ് ഇപ്പോൾ കുറേ ആൾക്കാർ അറിയാൻ തുടങ്ങിയിട്ടുള്ളത്. അത് ആസ്ട്രോമീഡിയയിൽ വന്നതിൻ്റെ ശേഷം തന്നെയാണ് ഈ അഷ്ടവർഗത്തെ പറ്റിയിട്ടുള്ള ചർച്ച ആസ്ട്രോമീഡിയയിൽ വന്നതിൻ്റെ ശേഷം തന്നെയാണ് എല്ലാവരും അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ തുടങ്ങിയിട്ടുള്ളത്. കാരണം നമ്മൾ ഈ വ്യാഴമാറ്റം ശനിമാറ്റമൊക്കെ വരുന്ന സമയത്ത് അഷ്ടവർഗ ബിന്ദുക്കൾ വെച്ചിട്ട് വേണം ഇതിൻ്റെ ഫലങ്ങൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വ്യാഴത്തിനും ശനിക്കും മാത്രമല്ല, സൂര്യൻ മുതൽ ശനി വരയ്ക്കുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും അഷ്ടവർഗമുണ്ട്. സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ചൊവ്വയ്ക്കുണ്ട്, ബുധനുണ്ട്, വ്യാഴത്തിനുണ്ട്, ശുക്രനുണ്ട്, ശനിക്കുണ്ട്. രാഹുകേതുക്കൾ ഗ്രഹങ്ങളല്ലാത്തത് കൊണ്ട് അതിനെ അഷ്ടവർഗം സാധാരണ പറഞ്ഞ് കാണാറില്ല. പിന്നെ സമുദായ അഷ്ടവർഗം എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ട്. ഈ ഗ്രഹങ്ങളുടെ എല്ലാ രാശിയിലത്തെയും അക്ഷങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇത്ര സംഖ്യ എന്ന് കണക്കാക്കുക. അപ്പോൾ അതിന് 336 സമുദായ അഷ്ടവർഗത്തിൽ വരിക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഫലം പറയില്ല സമ്പ്രദായമുണ്ട്. കാരണം ഒരു ഗ്രഹം ഒരു രാശിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അഷ്ടവർഗ ബിന്ദുക്കൾ കൂടി നോക്കണം. അതിപ്പോൾ സാമാന്യം ദശ പറയുകയാണെങ്കിലും നമുക്കിത് പറയാൻ പറ്റും. ഒരു ഗ്രഹത്തിൻ്റെ ബലാബലം അഷ്ടവർഗത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് പറയേണ്ടത്. അനവധി ടൂളുകളുണ്ട്, ബലാബലം ചിന്തിക്കാൻ അനവധി ടൂളുകളുണ്ട് നമ്മുടെ ശാസ്ത്രത്തിൽ. പക്ഷേ അഷ്ടവർഗം എല്ലാറ്റിലും ഉപരിയാണെന്നുള്ളത് പല ആചാര്യന്മാരും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ സൂര്യാഷ്ടവർഗത്തിൽ സൂര്യൻ മുതൽ ശനി വരയ്ക്കുള്ള 7 ഗ്രഹങ്ങളെയും ലഗ്നവും കൂട്ടിക്കഴിഞ്ഞാൽ 8 ബിന്ദുക്കൾ നമുക്ക് ഇതിൽ കിട്ടും, ഈ രാശിചക്രത്തിൽ കിട്ടും. അതിൽ ഏറ്റവും അധികം ബിന്ദുബലമുള്ള രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം പൊതുവെ മനുഷ്യന്മാർക്ക് ഗുണമുണ്ടാവാറുണ്ട്. ഇപ്പോൾ മാക്സിമം 8 ബിന്ദുക്കളാണ് ഒരു രാശിയിൽ വരിക. അത് 3-ൽ കുറഞ്ഞു കഴിഞ്ഞാൽ ദോഷ. 3 അക്ഷങ്ങൾ ഉണ്ട് വെച്ചാൽ അധമാണെന്നാണ് പറയുക പൊതുവെ. 3 അക്ഷം മാത്രമേ ഉള്ളൂ വെച്ചാൽ അധമമാണ്. 3-ൽ താഴെ വന്നാൽ 4 മധ്യമമാണ്. 3-ൽ കുറവ് 2, 1 പൂജയ്ക്കാണ് വെച്ചാൽ പൂജ്യം വന്നു കഴിഞ്ഞാൽ മനുഷ്യന് ആയുസ്സിന് കേടുവരും എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അതൊക്കെ നമ്മൾ ആയുർബലാദികളൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ പറയാവൂ. ഇപ്പോൾ ഒരു സൂര്യാഷ്ടവർഗത്തിൽ പൂജ്യമാണ് കിട്ടിച്ചാൽ നിങ്ങൾ ആ മാസം മരിക്കും, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം അതിന് ദീർഘായുസ് കണക്കാക്കാനുള്ള അനവധി യോഗങ്ങളുണ്ട്. അത് എത്ര കണ്ട് കൂടുതലുണ്ടോ അത്ര കണ്ട് ആ വ്യക്തിക്ക് ആയുസ് നമ്മൾ നിർണ്ണയിച്ച് പറയണം. അപ്പോൾ അതൊരു എക്സ്പെർട്ടായിട്ടുള്ള ജ്യോതിഷിക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റൂ. എന്നിരുന്നാലും പ്രേക്ഷകരുടെ അറിവിലേക്ക്, ജ്യോതിഷ വിദ്യാർത്ഥികളുടെ അറിവിലേക്ക്, ജ്യോതിഷ പ്രേമികളുടെ അറിവിലേക്കായിട്ട് ഇത് പങ്കുവെക്കണമെന്ന് മാത്രം. ഇതൊരിക്കലും സ്വയം നോക്കിയിട്ട് അങ്ങനെ ധരിക്കേണ്ട കാര്യമില്ല. എക്സ്പെർട്ടായിട്ടുള്ള ജ്യോതിഷ അടുത്ത് പോയി മാത്രം അവനവൻ്റെ ജാതകം കൊടുത്ത് മാത്രം ഇത് ചോദിക്കുക. അപ്പോൾ സൂര്യൻ ശത്രുക്ഷേത്രത്തിലോ നീചത്തിലോ നിൽക്കുക. സൂര്യൻ്റെ നീചരാശി എന്ന് പറയുമ്പോൾ തുലാം രാശിയാണ്. ശത്രു മന്ദസിത, മന്ദനും സിതനും, അതായത് സൂര്യന് ശത്രു ആരാ? ശുക്രനും ശനിയാണ്. ശശിസുത, ശശിസുതൻ ബുധൻ സമനാണ്. അപ്പോൾ അങ്ങനെ ഗ്രഹങ്ങൾ ശത്രുമിത്ര സമ അവസ്ഥകൾ മനസ്സിലാക്കി അതിൽ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നീചത്തിൽ നിൽക്കുന്ന രാശി ലഗ്നാവുക. സൂര്യൻ ശത്രുക്ഷേത്രത്തിലോ നീചത്തിലോ നിൽക്കുക, അതായത് തുലാം രാശിയിൽ നിൽക്കുക, മകരം രാശിയിൽ നിൽക്കുക, കുംഭൻ രാശിയിൽ നിൽക്കുക, ഇടവൻ രാശിയിൽ നിൽക്കുക. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരു രാശി ലഗ്നമായിട്ട് തൻ്റെ അഷ്ടവർഗത്തിൽ 2 3 ബിന്ദുക്കൾ മാത്രം ഉണ്ടാവുകയും അല്ലെങ്കിൽ അതിൽ താഴെ ഉണ്ടാവുകയും ചെയ്താൽ, പൂജ്യമൊക്കെയാണെച്ചാൽ തീർച്ചയായിട്ടും ഈ ഫലത്തിൻ്റെ അനുഭവത്തിന് കുറച്ചുകൂടി പ്രാധാന്യം കൂടുതൽ കിട്ടും. 2, 3, 1 പൂജ്യം ആണെങ്കിൽ ശരി, ആ വ്യക്തിക്ക് എന്തുണ്ടാവും? രോഗമുണ്ടാവും, അസുഖം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു രോഗിയായിരിക്കുന്ന വ്യക്തിയുടെ പേരിൽ ഒന്ന് പ്രശ്നം നോക്കുകയാണ് അല്ലെങ്കിൽ ജാതകം നോക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അത്തരം മാസങ്ങൾ, ഇപ്പോൾ നമ്മൾ മേടം മുതൽ മീനം വരയ്ക്കുള്ള മാസങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അഷ്ടവർഗ ബിന്ദുബലം കുറഞ്ഞ രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലം ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ദോഷമാണെന്ന് പറയണം. അപ്പോൾ പ്രത്യേകമായിട്ട് ആ ഒരു മാസങ്ങളിൽ ആ വ്യക്തിയുടെ ശുഭകർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. വിവാഹം, യാത്ര, ജോലിയിൽ പ്രവേശിക്കുക, അങ്ങനെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഈ അഷ്ടവർഗ ബിന്ദുബലം കുറഞ്ഞ രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ 5 അതിലധികമോ ബിന്ദുക്കൾ ഉണ്ടെങ്കിൽ
5 മുതൽ 8 വരെയുള്ള ബിന്ദുക്കളുണ്ട് വെച്ചാൽ ആ ഗ്രഹം അതായത് ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ഇപ്പോൾ മേടൻ രാശിയിലോ ചിങ്ങം രാശിയിലൊക്കെ സൂര്യന് 5-ൽ കൂടുതൽ ബിന്ദുബലം ഉണ്ടെങ്കിൽ ആ രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടങ്ങളായിരിക്കും. മാത്രമല്ല ദീർഘായുസ് ഉണ്ടാവും. ഇപ്പോൾ മേടം രാശിയിൽ 8 ബിന്ദുക്കളോടൊക്കെ കൂടിയിട്ട് സൂര്യൻ നിൽക്കുന്ന സമയത്ത് ജനിച്ച ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും രാജയോഗം അനുഭവിക്കുന്ന പറയാം. കാരണം സൂര്യൻ രാജാവാണ്. ജ്യോതിഷത്തിൽ സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയാണ്. അപ്പോൾ തുലാലഗ്നായി 7-ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ സൂര്യൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ത്രികോണഭാവത്തിൽ സൂര്യൻ നിൽക്കുകയാണ്. അപ്പോൾ ചിങ്ങലഗ്നായി എന്ന് വിചാരിക്കുക, 9-ൽ സൂര്യൻ. അതേപോലെ തന്നെ ധനുലഗ്നായി 5-ൽ സൂര്യൻ. ആ സൂര്യൻ മേടൻ രാശിയിൽ 8 ബിന്ദുക്കളോട് കൂടിയിട്ടോ 7 ബിന്ദുക്കളോട് കൂടിയിട്ട് നിൽക്കുകയാണെന്ന് വെച്ചാൽ തീർച്ചയായും ആ വ്യക്തിക്ക് രാജയോഗം നാച്ചുറലായിട്ട് സംഭവിക്കും എന്നുള്ളത് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി തന്നെ സൂര്യൻ്റെ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ, അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കേന്ദ്രം എന്ന് പറയുമ്പോൾ സൂര്യൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് ആ രാശി അതിൻ്റെ 4, 7, 10 ഈ രാശികൾ കേന്ദ്രരാശി. ത്രികോണ രാശി എന്ന് പറയുമ്പോൾ സൂര്യൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 5, 9 ഭാവങ്ങൾ, ഇത് ത്രികോണ ഭാവങ്ങൾ. അപ്പോൾ ആ രാശികളിൽ 5, 6, 7, 8 ബിന്ദുക്കളോട് കൂടി നിൽക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ സൂര്യൻ്റെ കേന്ദ്രരാശിയിൽ 5 ബിന്ദുക്കളോട് കൂടിയിട്ട് സൂര്യൻ ലഗ്നത്തിൽ നിന്നും 5 ബിന്ദുക്കളോട് കൂടിയിട്ട് കേന്ദ്രരാശിയിൽ നിൽക്കണു എന്ന് വിചാരിക്കുക. അതായത് ലഗ്നത്തിൽ നിന്ന് 4, 7, 10 ഈ രാശികളിൽ 5 ബിന്ദുക്കളോട് കൂടിയിട്ട് സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പിതാവിന് 22-ാമത്തെ വയസ്സിൽ ആപത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സൂര്യൻ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ 6 ബിന്ദുക്കളോട് കൂടി നിൽക്കുകയാണെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ പിതാവിന് 35 വയസ്സിൽ ആപത്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ 7 ബിന്ദുക്കളോട് കൂടി നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ 30-ാമത്തെ വയസ്സിൽ പിതാവിന് ദോഷം സംഭവിക്കാനുള്ള ഇടയുണ്ട്. അതേപോലെ തന്നെ 8 ബിന്ദുക്കളോട് കൂടിയിട്ട് കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ നിൽക്കുന്ന സൂര്യൻ 36-ാമത്തെ വയസ്സിൽ പിതാവിന് ദോഷം കൊടുക്കും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യം. അനുഭവങ്ങളുണ്ട്. ജാതകം വായിച്ച് സൂര്യാഷ്ടവർഗം എഴുതി അതിൽ ഇത്രാമത്തെ വയസ്സിൽ ഇന്ന സമയത്ത് സൂര്യൻ സഞ്ചരിക്കുന്ന സമയം പിതാവിന് അധികം ദോഷം എന്ന് എഴുതി വച്ചിട്ടുള്ള ജാതകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ജാതകങ്ങൾ എഴുതി വായിച്ചിട്ടുള്ളതും അതിൻ്റെ അനുഭവവും ആ വ്യക്തികൾക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതിന് തക്കതായിട്ടുള്ള പ്രായശ്ചിത്തങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്ത ആളുകൾക്ക് രക്ഷപ്പെടാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിതാവിൻ്റെ ജാതകം കൂടി നോക്കണം. ആ സമയം അയാളുടെ ദശ എന്താണ്, അയാളുടെ അപഹാരം എന്താണെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അതിനനുസൃതമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാവും. ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലോ. ഇപ്പോൾ കുറേ മക്കളുണ്ടാവാം, എന്നിരുന്നാലും ചിലപ്പോൾ മൂത്തപുത്രൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ആ വ്യക്തിയുടെ ജീവിതം കടന്നു പോകുന്നതെങ്കിൽ ഈ ജാതകത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ നിർണ്ണയിച്ച് ഒരു പക്ഷേ അയാളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് അനവധി സാധ്യതകളുള്ള ഒരു സംഗതിയാണ്. കാരണം ഇതൊരു വേദാംഗമായിരിക്കുന്ന ജ്യോതിശാസ്ത്രമാണ്. ജ്യോതിഷം എന്ന് പറയുമ്പോൾ തെളിച്ചം, ജീവിതത്തിൽ തെളിച്ചം കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഈ ശാസ്ത്രം ഉപയോഗിക്കേണ്ടത്. അത് ഋഷിപ്രോക്തങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലത്തിൽ യാതൊരു തെറ്റും ഉണ്ടാവില്ല. അത് അർഹതയില്ലാത്ത ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ദോഷം വരിക. അതേപോലെ തന്നെ മറ്റൊരു വിഷയം പറയട്ടെ. നമ്മൾ സൂര്യാഷ്ടവർഗത്തിൽ അധികം ബിന്ദുബലമുള്ള രാശിയിൽ നമുക്ക് എന്ത് ശുഭകർമ്മങ്ങളും ചെയ്യാം, എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാം. അഷ്ടവർഗ ബിന്ദുക്കൾ കുറഞ്ഞ രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ അത്തരം മാസങ്ങളോ, ഇപ്പോൾ മീനം രാശിയിൽ സൂര്യന് 3 ബിന്ദുബലേ ഉള്ളൂ, ഒരു ശുഭകർമ്മം ആ സമയത്ത് ചെയ്യാതിരിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് രാജകീയമായിട്ടുള്ള രാജ്യത്വം സിദ്ധിച്ച കാര്യങ്ങളുണ്ടാവില്ല. ഇപ്പോൾ ഒരു കോടതി കേസുണ്ട് എന്നൊക്കെ പറയാം, അല്ല പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ പോകണം, നമ്മുടെ ഒരു കാര്യം പറയണം, അതൊക്കെ അഷ്ടവർഗ ബിന്ദുബലം കൂടുതലുള്ള രാശിയിൽ അല്ല ആ മാസങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫലാനുഭവം കൂടുതൽ കിട്ടും. ഇപ്പോൾ 3-ൽ താഴെ വന്നു 3, 2, 1, 0 ഒക്കെയുള്ള മാസങ്ങൾ സൂര്യാഷ്ടവർഗ പ്രകാരം ശുഭകർമ്മങ്ങൾ ഒരിക്കലും ചെയ്യാൻ പുറപ്പെടരുത്. നേരെ മറിച്ച് ആപത്തുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണത് നല്ലത് തന്നെയാണ്. ഇനിയും ഇതിനോട് ബന്ധപ്പെട്ടിട്ട് അനവധി കാര്യങ്ങൾ
നമുക്ക് പറയാനുണ്ട്. എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല തോന്നുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. സൂര്യാഷ്ടവർഗം വിട്ടിട്ട് ത്രികോണശോധന എന്ന് പറയുമ്പോൾ 5-9 ഭാവങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തന, അതേപോലെ തന്നെ ഏകാധിപത്യ ശോധന. ഏകാധിപത്യം എന്ന് പറയുമ്പോൾ ലഗ്നാധിപത്യനും അതേപോലെ തന്നെ സൂര്യനും തമ്മിലുള്ളതായ ബന്ധത്തെ ആണ് അവിടെ, അതായത് ശത്രു ആണോ മിത്രമാണോ സമനാണോ എന്നൊക്കെയുള്ള നോക്കിയതിന് ശേഷം 2 ബിന്ദുക്കളുള്ള രാശി കേന്ദ്രഭാവമായിട്ട് വരികയും ചെയ്താൽ അതിൽ ചന്ദ്രൻ ബുധൻ ശനി ഈ 3 ഗ്രഹങ്ങളും സൂര്യനും സഞ്ചരിക്കുന്ന സമയം ആ കാലഘട്ടത്തിൽ, അതായത് അങ്ങനെ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക, ഒന്നുകൂടി മനസ്സിലാക്കുക. സൂര്യാഷ്ടവർഗം ഇട്ടിട്ട് ത്രികോണശോധനയും ഏകാധിപത്യ ശോധനയും ചെയ്ത ശേഷം 2 ബിന്ദുക്കളുള്ള രാശി കേന്ദ്രഭാവമായിട്ട് വരികയും അതിൽ ചന്ദ്രൻ ബുധൻ ശനി ഈ സൂര്യൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയം, അത് 10 വയസ്സിന് മേൽ ആ വ്യക്തിക്ക് ഗുണം കൊടുക്കും. കാരണം 10 വയസ്സിന് ശേഷം അഭിവൃദ്ധിപ്പെടും, തറവാട്ടിലേക്ക് ഗുണം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് ആ തറവാട്ടിലേക്ക് നന്നാവും, അല്ലെങ്കിൽ നിങ്ങൾ വീട് വയ്ക്കും, കൃഷിഭൂമി വാങ്ങും, വാഹനം മേടിക്കുന്നൊക്കെ പറയാം. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ അതിനെ ഒന്നും കൂടി നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞാൽ ഈ ജ്യോതിഷം പഠിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം പെട്ടെന്ന് വഴങ്ങാം. ശനി ചന്ദ്ര ബുധന്മാർ നിൽക്കുന്നത് 2 ബിന്ദുക്കളോട് കൂടിയിട്ട് കേന്ദ്രരാശിയിൽ എവിടെയാണെങ്കിലും മതി. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായോ? ശനിയും ചന്ദ്രനും ബുധനും നിൽക്കുന്നത് 2 ബിന്ദുക്കളോട് കൂടിയിട്ട് കേന്ദ്രരാശിയിൽ എവിടെയാണെങ്കിലും, സൂര്യൻ നിൽക്കുന്ന രാശിയിലും 2 ബിന്ദു ഉണ്ടായാൽ മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 10 വയസ്സിന് മേൽ അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കണം. ഇതൊക്കെ ഒന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്രഹിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. ആദ്യം നമ്മൾ ജാതകം ഗണിക്കാൻ പഠിക്കുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. അത് ചിലവർക്ക് പെട്ടെന്ന് അത് കയറും, ചിലവർക്ക് അത് കയറാൻ ബുദ്ധിമുട്ടാണ്ടാവുക. എന്നാലും നമ്മൾ നിരന്തരമായിട്ടുള്ള പരിശീലനത്തിലൂടെ ഇത്തരം സൂക്ഷ്മമായ ഫലങ്ങൾ പറയാൻ ഇത്തരം അഷ്ടവർഗത്തിൻ്റെ സഹായം തേടാറുണ്ട്. ഇപ്പോൾ ഗുരുനാഥനൊക്കെ അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഫലാനുഭവകാലം പറയാൻ ഏതാണോ ഫലം കൊടുക്കേണ്ട ഗ്രഹം, ആ ഗ്രഹത്തിൻ്റെ അഷ്ടവർഗം നോക്കി ആ ഗ്രഹം ആ രാശിയിലെത്തണ സമയത്തോ അല്ലെങ്കിൽ ആ ഗ്രഹത്തിന് പറഞ്ഞ രാശി ഏതാണോ ആ മാസങ്ങളിൽ നിങ്ങൾക്കതിൻ്റെ ഫലം ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടും അനുഭവത്തിൽ വന്നിട്ടും കണ്ടിട്ടുണ്ട്. അതൊക്കെ ഗുരുനാഥൻ്റെ കൂടെയുള്ള ഒരു പരിശീലനത്തിലൂടെ മാത്രമാണ് നമുക്കതൊക്കെ സിദ്ധിക്കുക. അപ്പോൾ ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം കേവലം പുസ്തകം നോക്കി വായിച്ചതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ സ്വയം ആർജിച്ചതുകൊണ്ടോ മറ്റുള്ളവർ പറയുന്നത് കേട്ടതുകൊണ്ടോ പഠിച്ചിട്ട് പ്രയോജനം ഉണ്ടാവില്ല. അത് എപ്പോഴും ഗുരുമുഖത്തുനിന്ന് അഭ്യസിക്കേണ്ട വിദ്യ തന്നെയാണ്. സ്വയം ആർജിച്ച അറിവ്, പുസ്തകം വായിച്ച് മാത്രമുണ്ടായ അറിവ് അവനവന് ആവശ്യത്തിന് ഉപകരിക്കില്ല അത്രേ. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഗുരുപദേശപ്രകാരം മാത്രം ഫലം സിദ്ധിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. അതേപോലെ തന്നെ ആയുർവേദം, ഇങ്ങനെയുള്ള മഹത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗുരുമുഖത്ത് നിന്ന് നമ്മൾ സിദ്ധിക്കണം എന്നാണ് പറയാം. എങ്കിലും നമ്മൾ അറിവിലേക്കായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി വെക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പലരും കേൾക്കുന്നതോ കാണുന്നതോ ചൊവ്വ മാറിയ ചാരഫലം പറഞ്ഞിട്ട് ഒന്നുമല്ല കേട്ടോ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചൊവ്വയും കേതും കൂടി നിൽക്കുന്നുണ്ട്, വലിയ ആപത്തുണ്ടാവുക എന്നൊക്കെ ഇപ്പോൾ അടുത്താരോ പറഞ്ഞു അത്രേ. അത് കേട്ടിട്ട് കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമൊന്നുമല്ല, ചൊവ്വ മാത്രമല്ലല്ലോ ഗ്രഹം. സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ചൊവ്വണ്ട്, ബുധനുണ്ട്, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതുക്കൾ, പിന്നെ ക്ഷുദ്രഗ്രഹങ്ങൾ ഒക്കെ ഉണ്ട്. ഇന്ദ്രധനുസ്, ചാപം, ഇതൊക്കെ ചിന്തിക്കാനുള്ള സാധനങ്ങളാണ്. അതൊക്കെ നോക്കിയിട്ട് ഫലം പറയട്ടെ. നമ്മൾ ശാസ്ത്രത്തിൻ്റെ മുഖം വികൃതമാക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കാതിരിക്കുക. അതിൽ നിന്നുകൊണ്ട് അതിലേക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സമൂഹത്തിന് അതുകൊണ്ട് ഗുണമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ജാതകം എപ്പോഴും എക്സ്പെർട്ടായിട്ടുള്ള ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് കൊണ്ടുപോയി മാത്രം നിങ്ങൾ ഫലവിചാരം നടത്തുക. അല്ലാണ്ട് സ്വയം ആർജിച്ച അറിവ് കൊണ്ട് ഇതിനെ അളക്കാൻ നിന്നാൽ ഒരു പക്ഷേ പലതരം പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രം തെറ്റാണെന്ന് വാദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് സാരം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.